ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോലന്മാരോട് വിട പറയുന്നതിന് മുമ്പ്, സ്വർഗാരോഹണത്തിന് മുമ്പ് ഉദ്ധിതനായ ഈശോ തൻ്റെ സ്ലീഹന്മാർക്ക് നൽകുന്ന മഹത്തായ വാഗ്ദാനമായത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യുന്നതായ നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പരിശുദ്ധാത്മാവ് തന്നെ സ്വീകരിക്കുന്നവരിൽ ശക്തിയായി മാറും. പരിശുദ്ധാത്മാവ് ആവസിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും എന്നുള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വളരെ വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ സ്ലീഹന്മാരോട് പറയുകയാണ്: ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പരിശുദ്ധാത്മാവാകുന്ന പിതാവിൻ്റെ വാഗ്ദാനം സ്വർഗാരോഹണം ചെയ്യുന്ന ഈശോ തൻ്റെ സ്ലീഹന്മാരുടെ മേൽ, തൻ്റെ ശിഷ്യന്മാരുടെ മേൽ അയക്കുമെന്ന് ഉറച്ച വാഗ്ദാനം നൽകിയതിന് ശേഷം പറയുകയാണ്: ഉന്നതത്തിൽ നിന്നുള്ള ആ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ട്, ജെറൂസലേം ദൈവസാന്നിധ്യത്തിൻ്റെ, ദൈവപരിപാലനയുടെ, ദൈവാരാധനയുടെ നഗരമായ ഈ ജെറൂസലേം വിട്ട് നിങ്ങൾ പോകരുത്. ഈ ജെറൂസലേമിൽ ദൈവാരാധനയുടെ, ദൈവസാന്നിധ്യത്തിൻ്റെ ഈ ആലയത്തിൽ ആയിരുന്നു കൊണ്ട്, ഈ ഇടത്തിലായിരുന്നു കൊണ്ട് നിങ്ങൾ ഈ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കണമെന്ന് ഈശോ തൻ്റെ സ്ലീഹന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയും, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ് എന്ന് ഈശോ തൻ്റെ സ്ലീഹന്മാരെ ഓർമ്മപ്പെടുത്തുകയും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത് ആരോഗ്യം നൽകുന്നത്, ശക്തി നൽകുന്നത് കഴിക്കുന്ന ആഹാരമാണ് എന്ന്. എന്നാൽ അനുദിന ജീവിതത്തിലെ പ്രായോഗികമായ അനുഭവത്തെ ആത്മശോധനാപരമായി ഒരു വ്യക്തി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആരോഗ്യം നൽകുന്നത് ആഹാരമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ ആഹാരം നൽകുന്നത് ആരോഗ്യമല്ല, പലപ്പോഴും വിപരീതമായ സംഗതികൾ. ഇന്ന് മനുഷ്യർക്കുള്ളതായ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും വിലയിരുത്തുമ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും 90% കാരണം കഴിക്കുന്ന ആഹാരം തന്നെ. ആഹാരം ആരോഗ്യത്തിന് വേണ്ടി എന്ന വ്യാജേന വ്യർത്ഥമായ ശരീരത്തിൻ്റെ
ജഡികമായ ഇന്ദ്രിയപരമായ ദുർമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും ആഹാരം കഴിക്കുമ്പോൾ അത് വലിയ ഒരു ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാവുകയാണ്. ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്നതായ വലിയൊരു ശതമാനം ആൾക്കാരിലും ഉണ്ടാകുന്നതായ ആരോഗ്യ പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും കാരണം ഇന്ന് പോഷകാഹാര കുറവല്ല, പിന്നെയോ പോഷകാഹാര കൂടുതൽ. കഴിക്കുന്ന ആഹാരം നിരവധിയായ രോഗങ്ങളിലേക്ക് നയിക്കുന്നതായ ഒരു അവസ്ഥ. എന്നാൽ അതിന് നേരെ വിപരീതമായ ഒരവസ്ഥയെന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്ന് ശരീരത്തിൽ ആരോഗ്യവും ഉന്മേഷവും നിലനിർത്തുവാൻ വ്യക്തികൾക്ക് സാധിക്കുന്നത്. ഈ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വ്യക്തിയുടെ മേൽ, വിശ്വാസികളുടെ മേൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് ആരോഗ്യ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തും എന്ന് മാത്രമല്ല, അധികമായ ഊർജവും ഉന്മേഷവും നൽകി വ്യക്തികളെ അഭിഷേകം ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. മാത്രമല്ല, നമുക്കറിയാം, ഒരു വ്യക്തിയുടെ കർമ്മശേഷി എന്ന് പറയുന്നത് അത് സ്നേഹമാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ പ്രവർത്തിക്കുവാനുള്ള താല്പര്യമുണ്ട്. എവിടെ യഥാർത്ഥമായ സ്നേഹമുണ്ടോ അവിടെ അധ്വാനിക്കുവാനും ത്യാഗമെടുക്കുവാനും വേദന ഏറ്റെടുക്കുവാനുമുള്ള താല്പര്യമുണ്ട്. എവിടെ സ്നേഹം കുറഞ്ഞു പോകുന്നുവോ, എവിടെ സ്നേഹം ഉറഞ്ഞു പോകുന്നുവോ അവിടെ പ്രവർത്തിക്കുവാനുള്ള താല്പര്യമില്ലായ്മ കടന്നു വരികയാണ്. ഈ പ്രവർത്തിക്കുവാനുള്ള താല്പര്യമില്ലായ്മയ പലപ്പോഴും ക്ഷീണമായി, ആരോഗ്യക്കുറവായി, ചിലപ്പോഴെങ്കിലും രോഗം പോലുമായി രൂപാന്തരപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മേൽ സ്വർഗം നൽകുന്ന പിതാവ് നൽകുന്ന, ദൈവപിതാവ് നൽകുന്ന ആ പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അപരജീവിതങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും ആത്മാർപ്പണം ചെയ്യുവാനുമുള്ള കർമ്മശേഷി കടന്നു വരികയാണ്. അതുകൊണ്ട് യേശയ്യാ പ്രവാചകന പുസ്തകത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. സ്നേഹമുള്ളവരെ, ദൈവം അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന ക്രിയാത്മകമായ പരിവർത്തനത്തെക്കുറിച്ചുള്ള വളരെ സ്പഷ്ടമായ വചനത്തിലെ വാഗ്ദാനമായത്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഇവിടെ തളർന്നവന് ബലം നൽകുന്നതും ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെതായ, ശരീരത്തിൻ്റെതായ ഏതെങ്കിലും ഒരു സംഗതിയല്ല. പിന്നെയോ ദൈവമാ ഈ ശക്തി നൽകുന്നത്, ദൈവമാ ഈ ബലം നൽകുന്നത്. ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന പ്രകടമായ പ്രബലമായ വ്യതിയാനമാണ് യുവാക്കൾ പോലും തളർന്നു പോയേക്കാവുന്ന, ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റ് പോകുന്ന വിപരീതമായ പ്രതിലോമ സാഹചര്യത്തിൽ പോലും തളർന്നവന് ശക്തി നൽകുകയും ദുർബലനെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതിനെന്താ ചെയ്യേണ്ടത്?
ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഒരു കാരണവശാലും ഈ ലോകത്തിൻ്റേതായ, ഭൂമിയുടേതായ, ഈ മണ്ണിൻ്റേതായ, ശരീരത്തിൻ്റേതായ പ്രവണതകളെയോ സാധ്യതകളെയോ ആശ്രയിക്കാതിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞില്ലേ, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം, ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും. ദൈവത്തിൻ്റെ രാജ്യമോ അവിടുത്തെ നീതിയും, ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം, നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും. ദൈവരാജ്യം അന്വേഷിക്കുവാനാണ് ഈ മണ്ണിൻ്റേതായ നന്മകളും ഈ ലോകത്തിൻ്റേതായ സുഖങ്ങളും ഈ മണ്ണും ഈ ലോകവും ഈ ശരീരവും പ്രദാനം ചെയ്തേക്കാവുന്നതായ നന്മകളും ഒന്നും അന്വേഷിക്കാതെ, അതിലൊന്നും ആശ്രയിക്കാതെ, സ്വർഗത്തിന് നൽകുവാൻ സാധിക്കുന്ന, വിണ്ണിനെ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ നന്മകളെ അന്വേഷിക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയും, എന്നിട്ടാണ് എന്താണ് ദൈവരാജ്യമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് സ്പഷ്ടമാക്കി തരുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ നമുക്ക് പറഞ്ഞു തരികയാ, ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റേതായ, ശരീരത്തിൻ്റേതായ നന്മകളോ സുഖങ്ങളോ സന്തോഷങ്ങളോ അല്ല. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന തുഷ്ടിയും പരിശുദ്ധാത്മാവ് നൽകുന്ന പുഷ്ടിയും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നും, അതിന് വിപരീതമായി ഭക്ഷണവും പാനീയവുമൊക്കെ നൽകുന്ന തുഷ്ടിയും പുഷ്ടിയുമൊക്കെയാണ് നാം അന്വേഷിക്കുകയും അതിലാണ് നാം ആനന്ദം കണ്ടെത്തുകയും അതിലാണ് നാം ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ചുള്ള പ്രത്യാശകൾ ഭരമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ യഥാർത്ഥമായ നന്മകൾ, ശക്തി ഉണ്ടാവുകയില്ല എന്നും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് അത് ആഹാരത്തിലൂടെയും ഒന്നും ലഭിക്കുന്ന ശക്തിയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് അത് കേവലം ആത്മാവിൻ്റെ മാത്രം ശക്തിയുമല്ല, അത് കേവലം ആത്മീയമായ ശക്തി മാത്രവുമല്ല. ക്ഷമിക്കുവാനും നന്മ ചെയ്യുവാനും സ്നേഹിക്കുവാനും മാത്രമുള്ളതായ ശക്തിയല്ല പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി. പിന്നെയോ അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തിയാണ്. ഒരു വ്യക്തിയുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഊർജവും ഊഷ്മാവും പകരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. തീർച്ചയായും ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രോജ്വലമാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ വ്യക്തിയിൽ യഥാർത്ഥമായ നന്മയുടേതായ, വിശുദ്ധിയുടേതായ, ഈ ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുവാൻ ആ വ്യക്തിയെ പര്യാപ്തമാക്കുന്നതായ ശാരീരികവും മാനസികവും വൈകാരികവുമായ ഊർജം പോലും പ്രദാനം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഈ വസ്തുത നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 49-ാമത്തെ അധ്യായത്തിൻ്റെ
4, 5 വാക്യങ്ങളിൽ നാം ഇത് മനോഹരമായി വായിക്കുവാൻ നമുക്ക് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 4, 5 വാക്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. വചനം ഓർമ്മപ്പെടുത്തുകയും, ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കുവാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനെ രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു എന്ന് പരിതപിക്കുന്ന പ്രവാചകന പറയുന്നത്, ദൈവം എന്നെ ആദരിക്കുന്നു, ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു. ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒരുമിച്ച് ചേർക്കുവാനും ദൈവം തന്നെ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന തിരിച്ചറിവുള്ള പ്രവാചകന്റെ ഉറച്ച ബോധ്യമാ, ദൈവം എന്നെ ആദരിക്കുന്നു, ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാൻ അഭിലഷിക്കുന്ന ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയിൽ, അത് ആത്മീയമായും വൈകാരികമായും മാനസികമായും ശാരീരികമായും ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വത്തിൻ്റെ സമസ്ത മേഖലകളിലും സമഗ്രതയിൽ വളർച്ചയാഗ്രഹിക്കുന്നുവെങ്കിൽ, ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ മേൽ കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സകല മേഖലകളെയും പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അത് ബൗദ്ധികമായ മേഖലയിലും വൈകാരികമായ മേഖലയിലും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സമസ്ത തലങ്ങളിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ വ്യക്തിക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഒരുപാട് വ്യക്തിജീവിതങ്ങളുടെ ഉദാഹരണങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇത് പറയുമ്പോഴുണ്ട്. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയ, പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് നിറച്ച ഉദാഹരണങ്ങളും അനുഭവങ്ങളുമല്ല. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഏറ്റവും പ്രായോഗികമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ശൈലിയിൽ പ്രാർത്ഥനയുടെ ഗഹനമായ തലങ്ങളെ വിശദീകരിച്ച വലിയ വിശുദ്ധനും വേദപാരംഗതനുമാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി. ഈ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി, വേദപാരംഗതനായ പണ്ഡിതനായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പ്രാർത്ഥനയെക്കുറിച്ചുള്ള
അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പുസ്തകത്തിൽ പ്രാർത്ഥന, പ്രയർ ദ ഗ്രേറ്റ് മീൻസ് ഓഫ് സാൽവേഷൻ ആൻഡ് പെർഫെക്ഷൻ എന്ന പുസ്തകത്തിൽ എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന, വ്യക്തിപരമായ പ്രാർത്ഥനയോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചില നന്മകളെക്കുറിച്ച് പറയുമ്പോൾ അതിലദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ബലപ്രയോഗം കൂടാതെയുള്ള ശക്തി ആ വ്യക്തിയുടെ മേൽ കടന്നു വരുമെന്ന്. ഈ ആശയത്തെ വിശദീകരിക്കുവാൻ വേണ്ടി വിശുദ്ധ അൽഫോൻസസ് ലിഗോരി ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഏതാണ്ട് 11-12 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസാശ്രമത്തിൽ ജീവിച്ചിരുന്ന ഒരു തുണ സഹോദരൻ്റെ, ഒരു ലേ ബ്രദറിൻ്റെ ഉദാഹരണം. ഈ ബ്രദറിന്, ആ സന്യാസ സഹോദരന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരൊറ്റ കൊതിയേ ഉള്ളൂ, ഒരൊറ്റ ജ്വരമേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ജോലികളുമെല്ലാം വേഗം ചെയ്തു തീർത്തിട്ട് തൻ്റെ സന്യാസ ശ്രേഷ്ഠനോട് പോയി ചോദിക്കും, പിതാവേ ഞാൻ പോയി പ്രാർത്ഥിച്ചോട്ടെ. അദ്ദേഹം അനുവാദം കൊടുക്കും. അങ്ങനെ പോയി ആശ്രമത്തിൻ്റെ ചാപ്പലിൽ ദിവ്യകാരുണ്യത്തോട് അടുത്തിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും പോയി അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വേഗത്തിൽ ചെയ്തു തീർത്തതിന് ശേഷം വീണ്ടും പോയി ചോദിക്കും, പിതാവേ ഞാൻ പോയി പ്രാർത്ഥിച്ചോട്ടെ. ആ സന്യാസ ശ്രേഷ്ഠൻ്റെ അനുവാദത്തോടു കൂടി വീണ്ടും പോകും പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ ദിവസത്തിൽ പല പ്രാവശ്യമായി മണിക്കൂറുകൾ, ഒരു ദിവസം തന്നെ 8-10 മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്ന ആ മനുഷ്യനെക്കുറിച്ച് അൽഫോൻസസ് ലിഗോരി ചരിത്രത്തിൽ നിന്ന് എഴുതി വെക്കുകയാ, ഈ സന്യാസ സഹോദരൻ മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ശരീരം മുഴുവൻ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരുപാട് ചൂട് പിടിച്ച് ആ ചൂട് സഹിക്കാനാവാതെ ആശ്രമത്തിൻ്റെ വളപ്പിലുള്ള കുളത്തിൽ പോയി, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളത്തിൽ പോയി ചാടുകയും ചൂട് സഹിക്കാൻ വയ്യാതെ. വേദപാരംഗതനായ അൽഫോൻസസ് ലിഗോരി ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാ, ആ സഹോദരൻ പോയി ചാടിയ, ആ സന്യാസ സഹോദരൻ പോയി ചാടിയ ആ കുളത്തിലെ വെള്ളം ആ ചൂടുകൊണ്ട്, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ ചൂടുകൊണ്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയെന്ന്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ആവസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ പോലും പ്രദാനം ചെയ്യുന്ന പ്രകടമായ ശക്തിയുടെ പ്രായോഗികമായ ഭാവതലത്തെയ വേദപാരംഗതനായ അൽഫോൻസസ് ലിഗോരി ഇവിടെ വിവരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്. അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വൈകാരികതയുടെയും ശാരീരികതയുടെയും ഒരു വ്യക്തിത്വത്തിൻ്റെ സമസ്ത തലത്തിലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സമകാലിക സംസ്കൃതിയിൽ വിശുദ്ധിയുടെ സംസ്കാരം സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകമുള്ള വ്യക്തികളായി, പ്രവാചക വ്യക്തികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.